പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഒരുപാട് സ്നേഹമുള്ള എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ, മോഡറേറ്റർ ഉമ്മ ടീച്ചർ, പിന്നെ ഈ പുസ്തക ചർച്ച കേൾക്കുന്നതിന് വേണ്ടിയും പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഞായറാഴ്ച വൈകുന്നേരം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വന്ന് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അന്വേഷണവും നടത്തിക്കൊണ്ട് തുടങ്ങുകയാണ്. പുസ്തകം അദ്ദേഹത്തിനൊരു 5:30 മണിക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഒരു നെടുങ്കൻ ചർച്ചയ്ക്കുള്ള സാധ്യത ആദ്യമേ തന്നെ അധ്യക്ഷൻ അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ഈ പുസ്തകത്തിനെ കുറിച്ചും ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനിത് വളരെ ചുരുക്കി അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് ശ്രീ ബെന്യാമിനെ കുറിച്ച് പറയാനുള്ളൊരു കാര്യം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായന അവസാനിപ്പിച്ചു പോയ ഒരാളാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുകയും ധാരാളം വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിതം നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് മരുഭൂമികളിലേക്ക് നിർബന്ധിതമായി പറിച്ചു നടപ്പെട്ട ഒരാളാണ്. അതോടുകൂടി പലതും ഉപേക്ഷിച്ച കൂട്ടത്തില് ഞാൻ ബലമായി ഉപേക്ഷിച്ച ഒരു സംഗതിയാണ് വായന എന്നുള്ളത്. സൗദി അറേബ്യയിലാണ് എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയത്. പിന്നെ ഒരു മിഡിൽ ഈസ്റ്റിലെ 5-6 രാജ്യങ്ങളിലെ പല മരുഭൂമികളിലായിട്ട് 20 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ചതാണ്. ഇതിനിടയിൽ സൗദി, ഖത്തർ, ഒമാനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഒരു സിറ്റിയിൽ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. ഷെയ്ഖ് റോഡിലെ ഗോൾഡൻ ഗവർണർ ബിൽഡിങ്ങിനകത്താണ് ആദ്യമായിട്ട് കോർപ്പറേറ്റ് ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്നത്. ഈ വായനയെല്ലാം അവസാനിച്ചിരിക്കുന്ന ആ സമയത്താണ് ഓഫീസിലെ പലരും ഒക്കെ ഒരു പുസ്തകത്തെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേസ്. 2010 ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കാനായിട്ട് ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്, 1.5 ദിവസം കൊണ്ട് ആ പുസ്തകം മുഴുവൻ വായിച്ചു തീർക്കുന്നതും രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ ആ പുസ്തകം ഞാൻ വായിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ശ്രീ ബെന്യാമിനോട് എനിക്ക് വലിയ സ്നേഹവും നന്ദിയുള്ളത് എന്റെ വായനയിലേക്ക്, അക്ഷരങ്ങളിലേക്ക്, ഇഷ്ടങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്ന എഴുത്തുകാരൻ ശ്രീ ബെന്യാമിനാണ്. അതുകൊണ്ട് ഒരുപാട് നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പിന്നെ ആടുജീവിതം കഴിഞ്ഞു, അതിനോടനുബന്ധി അദ്ദേഹം പറഞ്ഞ വാദമുണ്ട്, മറ്റുള്ളവരുടെ ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കും എന്ന് പറയാം. ഈ ആടുജീവിതം എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കാരണം ഞാൻ കണ്ട ഒരുപാട് മരുഭൂമികളിലെ ജീവിതമാണ്. ആദ്യമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ ആരാംകോട് ഒരു പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്തത്. റിയാദിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയിൽ നിന്നൊരു 50ഓളം കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ള ഒരു മരുഭൂമിക്കകത്ത് പമ്പ് സ്റ്റേഷൻ 3 എന്ന് പറയുന്ന ആരാംകോട് പ്ലാന്റ്. ആ പ്ലാന്റില് പരിസരത്തായിട്ട് 1500 കിലോമീറ്റർ ഉള്ള ഒരു ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ, ഏകദേശം 900 കിലോമീറ്റർ ഹൈവേയിലൂടെ കടന്നു പോകുന്ന ഈ പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഞാൻ ആദ്യമായി ജോലി ചെയ്തത്. ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു സുഹൃത്തിനോടൊപ്പം പോയിട്ട് മരുഭൂമിക്കുള്ളിലായിട്ട് ഒട്ടകത്തിന്റെ പാൽ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾ 2-3 കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ പൈപ്പ് ലൈൻ ഇടുന്ന ആ പരിസരത്ത് നിന്ന് ഏകദേശം 10-25 കിലോമീറ്ററോളം മരുഭൂമിക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു ആട്ടിൻപറ്റങ്ങളുടെയും ഒട്ടകങ്ങളുടെയും ഒരു കൂട്ടം ഞങ്ങൾ കണ്ടു. ഒരുപാട് കുന്നുകളൊക്കെ ഉള്ള മണൽ കൂനകളുള്ള ഒരു ഏരിയയിൽ അവിടെ ഞങ്ങൾ ചെല്ലപ്പോൾ അതിനകത്ത് ഈ നജീബിനെ പോലൊരു മനുഷ്യൻ, ഇത് പാകിസ്ഥാനിയാണ്. പക്ഷെ നജീബിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളത് വെച്ചാൽ നജീബിനെ പോലെ അത്രയും ആവശ്യമോ അല്ലെങ്കിൽ അത്രയും പ്രാകൃതനോ ഒന്നും ആയിട്ടില്ല. അത്യാവശ്യം ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ പ്രതിസന്ധികളും ആ വൃത്തിയില്ലായ്മയും ഒക്കെ ഉണ്ടെങ്കിലും നജീബിന്റെ ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളായിരുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ ആട്ടിൻപറ്റത്തിന്റെ ഒട്ടകൂട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും വേണ്ട ഇങ്ങനെ ആശ്രയിക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ ആദ്യമായിട്ടാണ് ഞങ്ങളയാളെ മരുഭൂമി കാണുകയാണ്. അത് കഴിഞ്ഞ് അവിടെ അയാൾ ഉപയോഗിക്കുന്ന ഒരു പാത്രം കഴുകി വൃത്തിയാക്കി ഒട്ടകത്തിന്റെ പാല് കറന്ന് ഞങ്ങൾ കൊണ്ടുതന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നത്. ശരിക്കും പശുവിന്റെ പാലൊക്കെ ഒരു ഓഫ് വൈറ്റ് കളറാണ്, ഒരു ചെറിയ മഞ്ഞളിപ്പുള്ള ഒരു കളറാണ്. പക്ഷെ ഒട്ടകത്തിന്റെ പാല് നമ്മുടെ തൂവെള്ള നിറത്തിലുള്ള പാലാണ്. പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിരുന്നാൽ പെയിന്റ് ആണെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള സാധനം, കുറച്ച് കൊഴുപ്പും ചൂടും ഒക്കെ കൂടുതലുള്ള സാധനം. അത് ഞങ്ങളൊന്ന് കുടിച്ചിട്ട് അടുത്ത 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇയാളെ കാണാനായിട്ടാണ് മരുഭൂമി പോയി. അന്ന് പോകുമ്പോൾ കുറെ വെള്ളവും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ചെല്ലുമ്പം പുള്ളിയുടെ അർബാബ് അവിടെയുണ്ട്, സൗദി അവിടെയുണ്ട്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന കണ്ടിട്ട് ഈ പാകിസ്ഥാനിലേക്ക് ഏതൊരുവിധ ഭയം ഉണ്ടായിരുന്നില്ല. ഈ അർബാബ് ഞങ്ങളെ വിഷ് ചെയ്ത് അസ്ലാം അലൈക്കും ഒക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് സ്വീകരിച്ചത്. ഇയാളുടെ സുഹൃത്താണെന്ന് ചോദിച്ചാൽ അല്ല, കണ്ട് പരിചയമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ വെള്ളവും ജ്യൂസും ഒക്കെ ഇയാൾക്ക് കൊടുത്തു. ഈ പോകുന്ന നേരത്ത് അർബാബ് അന്നും ഇയാൾ ഞങ്ങൾക്ക് ഒട്ടാപ്പാലൊക്കെ തന്നു.
ഈ അഭാവം നമ്മളോട് പറഞ്ഞ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിലെ വന്ന് ഇയാളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആ പ്രോജക്ട് കഴിഞ്ഞ് പോയതിനു ശേഷം ആ മനുഷ്യനെ പിന്നെ കണ്ടിട്ടേ ഒരുപാട് നാൾ ഈ മനുഷ്യൻ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ആടുജീവിതം വായിച്ചപ്പോഴാണ് ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ജീവിത അനുഭവം ഒരു മനുഷ്യൻ അനുഭവിച്ച് തീർത്തല്ലോ എന്ന് ഞാൻ ആ വായനയിലൂടെ അറിഞ്ഞു. ഇങ്ങനെ ഒരാളെ ഒരു മരുഭൂമിയിൽ കണ്ട പരിചയം ഉള്ളത് കൊണ്ട് എനിക്ക് ആ നോവല് വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ സിനിമയായിട്ട് ഇറങ്ങിയ ശേഷം സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സിനിമ റിലീസ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ഇതിനെതിരെ തന്നെ ഈ നോവലിനെതിരെയൊക്കെ തന്നെ ഒരുപാട് എഴുത്തുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ജീവിതം കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ആടുജീവിതത്തോടുകൂടി ആടുജീവിതം എന്ന നോവലില് ബെന്യാമിൻ എടുത്തിട്ടുള്ള എഫർട്ട് അല്ലെങ്കിൽ നജീബിന്റെ ജീവിതം എഴുതി വെച്ചിരിക്കുന്നത് 100% സത്യസന്ധമായ ഒരു സംഗതിയാണെന്ന് മനോഹരമായ പുസ്തകം. ഒരുപാട് നാള് കൂടിയാണ് ഇത്രയും ഭംഗിയുള്ള കവറും ഇത്രയും ഭംഗിയുള്ള പേപ്പറുകളും ഇതിനകത്ത് ഇത്രയും ഇൻസർട്ടുകളൊക്കെ ആയിട്ട് ഒരു പുസ്തകം ഞാൻ കാണുന്നു. കഴിഞ്ഞ മാസവും നമ്മൾ ഒരു പുസ്തകം ചർച്ച ചെയ്തിരുന്നു. ഇതേ DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. നമ്മളിൽ പലരും വളരെ വിമർശന ബുദ്ധിയോടുകൂടി ആ പുസ്തകത്തിന്റെ നിർമ്മിതിയെ നമ്മൾ ആ സ്റ്റേജിൽ വെച്ച് തന്നെ കഥാകാരിയുടെ സാന്നിധ്യത്തിൽ DC ബുക്സിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ വളരെ മോശപ്പെട്ട പുസ്തകം ഇറക്കാനും അതിഗംഭീരമായ പുസ്തകം ഇറക്കാനും ഒരേ സമയം കഴിയുന്ന ഒരാളാണ് DC ബുക്സ് എന്ന് ഈ പുസ്തകം കഴിഞ്ഞിട്ടുകൂടി എനിക്ക് മനസ്സിലായ സംഗതിയാണ്. പിന്നെ എന്നാൽ ഇത്തരത്തിലുള്ള പുസ്തകം പബ്ലിഷ് ചെയ്ത് DC ഇറക്കുമ്പോൾ ഈ പുസ്തകം അർഹിക്കുന്ന ഒരു പരിഗണന DC കൊടുത്തു എന്നുള്ളതാണ് സന്തോഷം. കാര്യം മൾബറി എന്ന് പറയുന്ന പുസ്തക പ്രസാധന സ്ഥാപനം മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ മലയാള പുസ്തക പ്രസാധനത്തിൽ കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ DC-യുടെ ഉടമയായിരുന്ന ആള് വരെ നിന്ന് കാണുകയും ഈ മൾബറിയുടെ ഷെൽവി അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും DC ഇത്തരത്തില് ഗംഭീരമായി തന്നെ ഈ പുസ്തകത്തെ കൈകാര്യം ചെയ്തതില് ഞാൻ DC-യെ അഭിനന്ദിക്കുകയാണ്. പിന്നെ 490-500 രൂപ എന്ന് പറയുന്നത് ഇത്രയും പണിയെടുത്തത് കൊണ്ടും ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് അവർ നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടും അത്രയും അവർ ചാർജ് ചെയ്യുന്നതാണെന്ന് സമാധാനിക്കുകയും ചെയ്തു. ഇനി പെട്ടെന്ന് തന്നെ കഥയ്ക്കകത്തേക്ക് പോവാം. പിന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ ഇതിന്റെ പേരിനോട് കേൾക്കുമ്പോൾ തന്നെ പറയാൻ ഇത്തിരി സാധാരണ ബെന്യാമിന്റെ നോവലുകളെ കുറിച്ച് നോക്കുമ്പോൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതും കുറച്ച് നീളമുള്ളതും എപ്പോഴും പറഞ്ഞാലും വീണ്ടും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പേരാണ് മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഡെയ്സി ഞങ്ങളോട് നിന്റെ ഷെൽവിയെ കുറിച്ച് പറയൂ എന്നായിരുന്നു ഈ പുസ്തകത്തിന്റെ പേരെങ്കിൽ കുറെ കൂടെ ഹൃദയത്തിനോട് അടുത്ത് നിന്നേനെ എന്നൊരു തോന്നല് ഇതിന്റെ പേരിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഒരു നോവൽ എഴുതാനായിട്ടൊരു നോവലിസ്റ്റ് അത് പ്രശസ്തനായ ഒരാള് തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലൊരു പുസ്തകം എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ 2 അതിലധികമോ വർഷം ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പല ജീവിച്ചിരിക്കുന്ന പ്രശസ്തരായ മനുഷ്യർക്കൊപ്പവും പിന്നാലെ വിട്ട് നടക്കുകയും അവരെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പുസ്തകം ഇറങ്ങി കഴിഞ്ഞ ശേഷം വളരെ വലിയ വെല്ലുവിളികൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പലരുടെയും എല്ലാ വശങ്ങളും നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള വശങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും അത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായിട്ട് പൊതു മാധ്യമങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാര്യം ഇന്നത്തെ കാലത്ത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്കോ നമ്മൾ അണിയുന്ന വസ്ത്രമോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ പോലും അടപടലം വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്തിലാണ് ഇത്രയും ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഈ പുസ്തകത്തിനുള്ളിൽ പ്രതിപാദ്യരായിട്ടും ഒരാൾ പോലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയുമായി മുന്നോട്ട് വരാതിരുന്നത് എന്നുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്. അടുത്തത്, ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീ ബെന്യാമിൻ അദ്ദേഹത്തിന്റെ ഷെൽവിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഷെൽവി പുസ്തകങ്ങളിലൂടെ ആണ് അറിയുന്നതെന്നും ഷെൽവിയുടെ മൾബറിയുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് പരിചയം ഉണ്ടാകുന്നതെന്നും ശ്രീ ബെന്യാമിൻ എഴുത്തുകാരനാകാൻ ഉള്ള വഴി വെട്ടി തുറന്നു കൊടുത്ത യൂത്തനേസിയ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പിറവിക്ക് കാരണം ഷെൽവിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഏകദേശം 20 വർഷങ്ങൾക്ക് അദ്ദേഹം എഴുതുന്ന ഒരു നോവലില് ഷെൽവിക്ക് ആദരം അർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഷെൽവിക്ക് ശരിക്കുള്ളൊരു അടയാളം ഉണ്ടാക്കി കൊടുക്കാൻ ബെന്യാമിന് 20 വർഷത്തിനിടയിൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിഷമവും അദ്ദേഹം ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ ബെന്യാമിനോട് പറയാനുള്ളത്, ഷെൽവിക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ആദരവിന്റെ ആവശ്യമില്ല എന്നുള്ളത്. ഷെൽവി ദിവ്യനാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഷെൽവി അടയാളപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ പുസ്തകങ്ങൾ തന്നെ പറയാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഷെൽവിയിൽ തന്നെ പറയാം.
വളരെ ദീർഘമായി സംസാരിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഷെൽവിയെ കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ, ഷെൽവിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരിട്ടുള്ള വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, എവിടെയൊക്കെയോ എന്നിലും ഷെൽവിയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന പല പുരുഷന്മാർക്കും ഈ നോവൽ വായിച്ചിട്ടുള്ള, ഈ നോവൽ അനുഭവിച്ച പലർക്ക് അത്തരത്തിലുള്ള ഒരു തോന്നലുണ്ടായാൽ അതിനൊരിക്കലും തെറ്റോ അല്ലെങ്കിൽ അതൊരിക്കലും ശരിയായിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മളിലേക്ക് ഈഗോ ഇല്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഈഗോ. എന്നാൽ പുരുഷന്റെ ഈഗോ അത് അവനൊരു കുറച്ച് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള സൃഷ്ടികൾ നടത്താനും ഒക്കെയുള്ള ശേഷിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള പുരുഷന്മാരിൽ പലരും ഇത്തരത്തിലുള്ള ഈഗോയുടെ എക്സ്ട്രീം ഉണ്ടായി ഞാൻ ചിലരിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതില് തന്നോടൊപ്പം നടക്കുന്ന പങ്കാളിയായാലും തന്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ തന്നോടൊപ്പം നടക്കുന്ന സുഹൃത്തുക്കളായാലും അവരെയൊക്കെ ആ ഒരു ഈഗോയുടെ പുറത്ത് ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞ് കളയാൻ മടിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും നമുക്കുള്ളിലും ഒക്കെ തന്നെ ജീവിച്ചിട്ടുണ്ട്. ഷെൽവി ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമുള്ള ഒരാളല്ല എന്ന് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷെൽവിയുടെ വായനയുടെ ലോകം എന്ന് പറയുന്നത് കേരളം കഴിഞ്ഞ് ഇന്ത്യ കഴിഞ്ഞ് ലോകത്തിന്റെ വളരെ വലിയ വിശാലതയിലേക്ക് സഞ്ചരിച്ച ഒരാളാണ്. ഭാഷ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ അളവ് വെച്ചിട്ട് ആംഗലേയ സാഹിത്യമൊക്കെ ഇത്രയും വായിച്ചെടുത്ത് അതിനെ മനസ്സിലാക്കി അതിലെ നിക്കോസ് കസാൻസാക്കിസോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് എഴുത്തുകാരുടെയൊക്കെ ആരാധകനായി ഷെൽവിയെ പോലൊരാളും മാറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തോടുള്ള സാഹിത്യത്തോടുള്ള കഥകളോടും നോവലുകളോടും കവിതകളോടുമുള്ള ഒക്കെയുള്ള തൃഷ്ണ കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഷെൽവിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡെയ്സി തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. കാര്യം ഷെൽവിയുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഷെൽവിയുടെ ഈഗോയും എല്ലാ പ്രതിസന്ധികളോടും കൂടി ഷെൽവിയെ 100% സ്വീകരിക്കാൻ ആദ്യാവസാനം തയ്യാറായിരുന്ന ഒരേ ഒരാള് ഡെയ്സി മാത്രമാണ്. ഷെൽവിക്ക് ഒരു പ്രണയം ഉണ്ടായി എന്നറിയുന്ന സമയത്തും ഷെൽവി ഡെയ്സിയെ മൾബറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുമ്പോഴും ഒക്കെ തന്നെ ഡെയ്സി ഷെൽവിയുടെ നിഴലായി അല്ലെ ഷെൽവിയുടെ പ്രണയമായി ഷെൽവിയുടെ ജീവിതത്തിന്റെ പാതിയുമായി തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. ഇതിനകത്ത് ഒരു ഭാഗത്തൊരു വിവരണം അത് ചിലയിടങ്ങളിലൊക്കെ കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. ഷെൽവി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര വരുന്നൊരു വിവരണമുണ്ട്. കാറിലാണ് വരുന്നത്, കുറേ സുഹൃത്തുക്കളുമായിട്ട്. കോഴിക്കോട് നിന്ന് തിരിക്കുന്ന സമയം മുതൽ ഷെൽവി ഹൃദയ ആഘാതം ബാധിച്ച് ആശുപത്രിയിലാകുന്ന സമയം വരെ കൂടെയുള്ള മനുഷ്യരോടൊപ്പം മദ്യപിച്ച് ഷെൽവി ആഹ്ലാദിക്കുകയും അർമാദിക്കുകയും ഒക്കെ ചെയ്യുക. ഇതേ യാത്ര ഡെയ്സി വരുന്നു. ഉത്സവം പോലെ ആഘോഷിച്ച് അർമാദിച്ച് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ആശുപത്രിയുടെ ഐസിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷെൽവിയെ തിരഞ്ഞ് ഷെൽവിയുടെ ഭാര്യയായ ഡെയ്സി ഒറ്റയ്ക്കൊരു കാറില് ഏകയായിട്ട് ഷെൽവിയെ കുറിച്ചുള്ള ചിന്തകളുമായിട്ട് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ഒരു വർണ്ണന. രണ്ട് വർണ്ണനയും വളരെ ഗംഭീരമായിട്ട് തന്നെ ഇതിനകത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുരുഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉള്ള പുരുഷന്മാര് എങ്ങനെയാണ് ജീവിതത്തെ ആഘോഷിക്കുന്നത്, ഇത്തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന പുരുഷന്മാർക്ക് പിന്നിൽ നിഴല് പോലെ ഇരിക്കുന്ന സ്ത്രീ, ഈ പുരുഷൻ വീണുപോയാൽ അവളുടെ ജീവിതം എങ്ങനെയായി പോകുമെന്നൊക്കെ ആ ഒരൊറ്റ രണ്ടുപേരുടെ യാത്രയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷെൽവിയെ കുറിച്ച് ഒക്കെ വളരെ ഗംഭീരമായ ചർച്ച ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഷെൽവിയെ കുറിച്ച് അവിടെ നിർത്തുന്നു. അടുത്ത ഡെയ്സി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏതൊരു പുരുഷനും കുതിച്ചു പോകുന്ന ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഭാര്യയാണ്, കാമുകിയാണ്, കൂട്ടുകാരിയാണ് ഡെയ്സിയുടെ ചെറിയ പ്രായത്തില് ഡെയ്സി എഴുതിയ ഒരു കവിത പ്രസിദ്ധീകരിച്ച് വന്ന മാസികയുമായിട്ടാണ് ഷെൽവി ആദ്യമായി ഡെയ്സിയെ കാണാൻ ചെല്ലുന്നത്. കുറേയേറെ നാളുകൾ ഡെയ്സിയോടൊപ്പം ഷെൽവി നടക്കുകയും പല പ്രാവശ്യം ഡെയ്സിയോട് ഷെൽവി തന്റെ പ്രണയം പല തരത്തിൽ അറിയിക്കാൻ ശ്രമിക്കുകയും, സ്ത്രീകൾ അങ്ങനെയാണ്, നമ്മള് ഏതെങ്കിലും തരത്തിൽ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സൂചനകൾ ഉണ്ടായാൽ പുരുഷൻ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ പുരുഷന് വളരെ വ്യക്തമായി പ്രകടമായി വരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീ അത് കൃത്യമായി മനസ്സിലാക്കി ഷെൽവി അത് കൃത്യമായിട്ട് ഡെയ്സി അത് കൃത്യമായി ഷെൽവിയുടെ പ്രണയം തിരിച്ചറിയുകയും കൃത്യമായ അകലത്തിൽ ഷെൽവിയെ നിർത്താൻ ശ്രമിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിന്റെ അവരുടെ സഞ്ചാരത്തിന്റെ ഒരു ഘട്ടത്തിൽ
ഷെൽവിയെ ഡെയ്സി സ്വീകരിക്കുകയും പിന്നെയുള്ള ഷെൽവിയുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് മുഴുവൻ കാരണമായി ഡെയ്സി മാറുകയും ചെയ്യുന്നതാണ് ഇതിനകത്ത് പറഞ്ഞത്. എന്നാൽ ഷെൽവിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഉയർന്ന ഘട്ടത്തിലെത്തുമ്പോൾ ഡെയ്സിയുടെ അടുത്ത് ഷെൽവി ചെയ്യുന്നത് ഡെയ്സി ഇരുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഷെൽവി ഡെയ്സിയെ ഇറക്കി വിടുന്നതാണ്. മർബറിക്കുള്ളിൽ നിന്ന് എഡിറ്ററുടെ ജോലി ചെയ്തിരുന്ന ഇടത്തു നിന്ന് ഡെയ്സിയെ പറഞ്ഞു വിടുന്ന സ്ഥലം തൊട്ട് എല്ലാ ഇടങ്ങളിൽ നിന്നും ഓരോ ഇടങ്ങളിൽ നിന്നായിട്ട് ഡെയ്സിയെ ഷെൽവി ഒഴിവാക്കി കളയുകയാണ്. ഇതിനിടയിൽ എന്നൊരു ചിന്തയായിരിക്കാം, എങ്ങനെയായിരിക്കാം എഴുത്തുകാരനത് കണ്ടതെന്നറിയില്ല. ഈ പോക്ക് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഇടിച്ചു നിന്ന് മകളും ഭാര്യയും അനാഥരായി പോകുമെന്നൊരു ചിന്ത എവിടെയെങ്കിലും ഷെൽവിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഡെയ്സിയെ തുടർന്ന് പഠിക്കുവാനും ഡെയ്സിക്ക് ജോലി കിട്ടുന്ന ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ജോലി നേടുന്ന ഒരു തരത്തിലേക്ക് ഡെയ്സിയെ സഞ്ചരിക്കാനുള്ളൊരു വഴി കൂടെ ഷെൽവി വെട്ടിക്കൊടുത്തതാണോ എന്നൊരു ചിന്ത കൂടി എനിക്ക് ഈ വായനയിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഷെൽവിക്ക് തന്നെ അറിയാം, ഞാൻ പോകുന്ന പോക്കിതാണ്. എന്റെ ജീവിതം ചെന്ന് എവിടെയെങ്കിലും ഇടിച്ചു നിന്നാൽ ഒന്നുമല്ലാതായി പോകുന്ന രണ്ട് മനുഷ്യ ജീവിതമുള്ളത് ഡെയ്സിയുടെയും അവരുടെ മകളുടെ തന്നെ. മകൾ അനാഥയായി പോകാതിരിക്കണമെങ്കിൽ, ഡെയ്സി ആരുടെ മുമ്പിൽ കൈനീട്ടി ചെന്ന് നിൽക്കാതിരിക്കണമെങ്കിൽ ഡെയ്സി സ്വന്തം കാലിൽ നിൽക്കണമെന്നൊരു തോന്നൽ ഷെൽവിക്ക് എവിടെയെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം ഡെയ്സിയെ ആ വഴിക്ക് തിരിച്ചുവിട്ടതെന്ന് ഞാൻ ചിന്തിക്കും. എന്റെ വായനയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അവസാനം വരെ ഉണ്ടായിരുന്ന രണ്ട് കഥാപാത്രങ്ങൾ വിഷ്ണുവും സ്നേഹി. വിഷ്ണുവിനെ സ്നേഹിയെ കുറിച്ച് അവസാനം ഒരു മൊബൈലിൽ വരുന്ന ഡെയ്സിയുടെ മൊബൈലിൽ വരുന്ന ഒരു മെസ്സേജ് കൊണ്ട് ശ്രീ ബെന്യാമിൻ നോവലിസ്റ്റ് അവരെ അവസാനിപ്പിച്ച് കളയുകയാണ്. ഞാൻ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഡെയ്സിയും ഷെൽവിയും മൾബറി തുടങ്ങി എങ്ങനെയാണോ അതിനെ വളർത്തിയെടുത്തത് അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്, അവരുടെ പരാജയങ്ങൾ ഓരോ ഘട്ടത്തിലും എങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്, ഇതിന്റെയൊക്കെ ഒരു തിരുത്തൽ രൂപമായിരുന്നു അല്ലെങ്കിൽ രൂപമാണ് വിഷ്ണു സ്നേഹിയും എന്ന അവരുടെ സോർബ എന്ന് പറയുന്ന ആ പുസ്തക പ്രസാദന പരിപാടിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഡെയ്സിയുടെ കുറ്റബോധത്തിൽ നിന്നും അല്ലെങ്കിൽ ഷെൽവി നഷ്ടപ്പോട്ടുകളിൽ നിന്നും മറ്റൊരു തരത്തിലായിരുന്നു തങ്ങൾ ഈ പ്രസാദന സ്ഥാപനം നടത്തിയിരുന്നതെങ്കിൽ, മറ്റൊരു തരത്തിലാണ് ഞങ്ങൾ ഈ പുസ്തകങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നതെങ്കിൽ ഇതെങ്ങനെയായിരിക്കും എന്ന് ഡെയ്സിയുടെ ചിന്ത കഥാകാരൻ വിഷ്ണുവിലൂടെയും സ്നേഹയിലൂടെയും പങ്കുവച്ചതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അത്ഭുതത്തിൽ നിർത്തി അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി പറയാതെ പോലും അവസാനം പറയാമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഡെയ്സിയെ കൊണ്ട് മെസ്സേജ് വായിപ്പിക്കാതെ അവസാനിപ്പിച്ച് നിർത്തുന്നതിൽ ഞാൻ കാണുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു പുനർജന്മമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മറ്റൊരു എക്സ്റ്റെൻഡ് ആയിട്ട് വിഷ്ണുവിനെയും സ്നേഹിയും കാണാം എന്നുള്ളതാണ്. അതുപോലെ ഡെയ്സിയുടെ യാത്രയെ കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ഏജൻസിലെ വിദേശത്ത് ഡെയ്സി നടത്തുന്ന യാത്രയെ കുറിച്ച് ഭയങ്കര ഗംഭീരമായിട്ടുള്ള വിവരണങ്ങളാണുള്ളത്. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതാൻ അല്ലെങ്കിൽ ഒരു കഥ എഴുതാനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അനുഭവങ്ങളാണ്. കാര്യങ്ങളായിട്ട് വർണ്ണിച്ചു വെക്കുമ്പോൾ നമ്മൾ കാണാത്തതിലേക്ക് നമ്മുടെ വികാരങ്ങളെയോ അല്ലെങ്കിൽ വേറെ പല സംഗതികളെയൊക്കെ നമുക്ക് ഭാവന കൊണ്ട് സൃഷ്ടിച്ചു വെക്കാൻ പറ്റും. പക്ഷെ ചില ഇടങ്ങൾ, ചില മനുഷ്യർ, ചില ഭക്ഷണം പോലും നമ്മൾ അറിഞ്ഞ് കണ്ട് അനുഭവിച്ച് എഴുതി വെക്കുന്നതിന്റെ ഒരു ആസ്വാദനമാണ്. അത് ഗംഭീരമായിട്ട് തന്നെ ഡെയ്സിയുടെ യാത്രയിൽ, ഡെയ്സി പോകുന്ന ഇടങ്ങളില്, ഡെയ്സി കാണുന്ന മനുഷ്യരില്, ഡെയ്സി കഴിക്കുന്ന ഭക്ഷണത്തില്, ഡെയ്സിയോടൊപ്പം നടക്കുന്ന ജോജു എന്ന് പറയുന്ന കഥാപാത്രം കൊടുക്കുന്ന ഊസോയിൽ വരെ വളരെ ഗംഭീരമായിട്ടുള്ള വർണ്ണനകളാണ് കണ്ടത്. ഈ ഭക്ഷണത്തെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ കുടിക്കുന്നതും തിന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വായന ഞാൻ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് വായിച്ചതാണ്. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകൂടി ഈ ഒരു പുസ്തകത്തിനകത്ത് യാത്രയുടെ വർണ്ണനകളിൽ ഇത്രയും ഇടങ്ങളെയും മനുഷ്യരെയും യാത്രയുടെ ഓരോ ഘട്ടങ്ങളെയും ഒക്കെ വർണ്ണിക്കുന്നത് ഇത്രയും ഗംഭീരമായിട്ട് അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഇതിനകത്താണുള്ളത്. ആ ഒരു എഴുത്തിന് ഒരു പ്രത്യേക നന്ദിയോടി ശ്രീ ബെന്യാമിനോട്. പിന്നെ രണ്ടുപേർ, ഒന്ന് മൾബറി, പിന്നെ വിങ്കി എന്ന് പറയുന്ന തത്ത. മൾബറി എന്ന് പറയുമ്പോൾ എന്റെ മൾബറിയുടെ ഓർമ്മ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ അമ്മാവനുണ്ടായിരുന്നു, പുഷ്പാങ്കൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അണ്ടൂർ ആശുപത്രിയിലെ കമ്പൗണ്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഫ്രണ്ടിൽ ഇതുപോലെ ഒരു മൾബറി ഉണ്ടായിരുന്നു. നിറയെ ഈ കറുത്ത മൾബറിയാണ്. പഴുത്ത് തുടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുക്കുന്ന സമയം മുതൽ അതിന്റെ ചാറ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റിയിരിക്കും. നാക്കിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നാക്ക് കണ്ണാടിയിൽ പോയി നോക്കുകയാണ് പ്രധാന പരിപാടി. അതിന്റെ നിറം ഇങ്ങനെ നാക്കിൽ ഇങ്ങനെ പടർന്നിരിക്കും. പിന്നെ അതിന്റെ രുചിയും പിന്നെ ആ മൾബറിയുടെ പഴത്തിന്റെ ഒരു മണമൊക്കെ ഉണ്ട്.
ഇത് വായിച്ചു തുടങ്ങുന്ന ഈ മൾബറി അതേ തരത്തിലുള്ള മോറസ് നിഗ്ര എന്ന് പറയുന്ന കറുത്ത മൾബറിയാണ് ഇതിനകത്തുള്ളത്. ആ മൾബറിയെ കുറിച്ച് ബെന്യാമിനായി ഈ മൾബറി സ്വന്തമായിട്ട് ചിന്തിക്കുന്ന അതിന്റെ കായകളെ കുറിച്ചും അതിന്റെ ഇലകളെ കുറിച്ചും പട്ടുനൂൽ പുഴുക്കളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഭാവമൊക്കെ ഗംഭീരമായി വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മൾബറി സ്വന്തം പഴങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ കഴിച്ച ആ മൾബറിയുടെ പഴങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവിടെയും വളരെ ഗംഭീരമായ വർണ്ണനയാണ് ഈ മൾബറിയെ കുറിച്ചും ബെന്യാമിൻ നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ കഥ പറയുന്ന വിഭവം പലതരത്തിലാണ്. നമുക്ക് ഒരു എഴുത്തുകാരന്റെ കഥ പറയാനുണ്ട്, സ്വന്തമായിട്ട് കഥ പറയാം, കഥാപാത്രങ്ങൾ മാത്രം നിരത്തി വെച്ച് കഥ പറയാം, മറ്റൊരാളെ കൊണ്ട് കഥ പറയിക്കും. ആദ്യമായിട്ട് ആണ് ഞാനിങ്ങനെ മരത്തിനെ കൊണ്ട് കഥ പറയിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. വേറെ ആൾക്കാരെ കുറിച്ചോ പിന്നെ സിനിമയിലൊക്കെ നമ്മൾ കാറിനെ കൊണ്ടും കാറിന്റെയും മറ്റേ പാവകളുടെയും ഒക്കെ കഥ, അവരൊക്കെ കഥ ഉണ്ടാക്കുന്നത് കഥ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നോവലിനകത്ത് മൾബറി എന്ന് പറയുന്ന ഒരു ചെടിയെ കൊണ്ട് മനുഷ്യന്റെ കഥ പറയിക്കുന്ന ഒരു രീതി വളരെ ഗംഭീരമായിട്ടുള്ളൊരു അവതരണമായിരുന്നു. പെട്ടെന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അതിനെ അതിഗംഭീരമായിട്ട് തന്നെ ഈ മൾബറിയുടെ വികാരങ്ങളെയും മൾബറി ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ അമ്പുകൾ അല്ലെങ്കിൽ കായകൾ വീണ് ഒരു വലിയൊരു മൾബറി തോട്ടം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടാണ് ഈ ഷഹനായി എന്ന് പറയുന്ന വീടിന്റെ മുന്നിലേക്ക് ഈ മൾബറി വന്ന് മൾബറിയെ കൊണ്ട് നടക്കുമ്പോൾ മൾബറിയുടെ പ്രതീക്ഷ ഒരിക്കലും മൾബറി പ്രതീക്ഷിച്ചത് പോലും ഒന്നും സംഭവിക്കുന്നില്ല. മൾബറിയുടെ കാടും ഉണ്ടായില്ല. ഈ മൾബറിയുടെ കാകൾ കുറച്ച് ഇവരാരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. പിന്നെ ഇതിനകത്തുള്ളത് പിങ്കി എന്ന സത്യമാണ്. ഈ ഡേയ്സിയുടെ യാത്ര മുഴുവൻ വായിക്കുമ്പോൾ ഭയങ്കര ആസ്വാദനത്തോട് വായിച്ച് അവസാനമാണ് കഥാകൃത്ത് പറയുന്നത് ഈ കഥ മൊത്തം പറഞ്ഞിരിക്കുന്നത് പിങ്കി എന്ന് പറയുന്ന തത്തയാണ്. ഇപ്പൊ നമ്മുടെ ഇടയ്ക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ചില സ്ഥലത്ത് വായിച്ചു പോകുമ്പോൾ ഡെയ്സി അല്ലല്ലോ ഈ കഥ പറയുന്നതെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പിന്നെ വായിച്ചിട്ട് മറ്റേ ഡെയ്സി അല്ലല്ലോ പറയുന്നത്, മൾബറി പറയാനുള്ള സാധ്യതയും വന്നില്ല. കാര്യം ഇവിടെ അല്ലല്ലോ, ഇത് ഗ്രീസിൽ നടക്കല്ലേ. ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ഒരു പടക്കം പൊട്ടിച്ചു. പിങ്കി എന്ന് പറയുന്ന തത്തയാണ് ഈ കഥകളെല്ലാം പറഞ്ഞതെന്നാണ്. പിന്നെ പിങ്കി എന്ന് പറയുന്ന തത്ത ഡെയ്സിയിലെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം. അപ്പൊ ഞാൻ ഈ മരുഭൂമിക്കകത്തൊക്കെ ജീവിച്ചിരുന്നതുകൊണ്ട് എനിക്കറിയാം, നമ്മളെ ക്യാമ്പുകളാണ്. അപ്പോ നമ്മളൊക്കെ ഒറ്റയ്ക്ക് റൂമിൽ താമസിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. ഈ അന്ന് വായനയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ മൊബൈൽ ഫോണൊക്കെ ഇതുപോലെ വന്ന് ഇത്രയും ശീലമാകുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ്. ഒരു 8-10 മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ചിലപ്പോൾ 12 മണിക്കൂറൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഫോർട്ടാഗേബിൾസ് എന്ന് പറയും നമ്മൾ താമസിക്കുന്നത്. മെറ്റൽ തടി കൊണ്ടൊക്കെ ഉള്ള കണ്ടെയ്നേഴ്സാണ്. ഇതിനകത്താണ് നമ്മൾ താമസിക്കുക. ഇതിനകത്തേക്ക് ചെന്ന് പെട്ട് ഡോർ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പം ക്ഷീണം കാരണം ഉറങ്ങിപ്പോകും. ചില ദിവസങ്ങളിൽ എങ്ങനെ കിടന്നാൽ ഉറക്കുന്നില്ല. അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ളൊരു നിശബ്ദതയും ഒരു ഭീകരമായ ശൂന്യതയ്ക്ക് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ഇങ്ങനെ ഒരു സോപ്പുവെട്ടി പോലുള്ള ഒരു സാധനത്തിനകത്ത് നമ്മൾ അടച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ വലിച്ചു തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പൊടിക്കാറ്റായിരിക്കും, ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. ഒരു കാരണവശാലും പുറത്തിറങ്ങിയിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ശൂന്യത എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ളതുകൊണ്ട് ഈ പിങ്കി എന്ന് പറയുന്ന തത്തയെ കൊണ്ട് ഡെയ്സിക്ക് സമ്മാനിച്ച് ഡെയ്സിയുടെ ശൂന്യതയെ ഒരളവ് വരെ വലിച്ചെടുത്ത് കൊണ്ടുപോകാൻ കഥാകൃത്തിന് കഴിയും എന്നുള്ളതാണ്. പിന്നെ ഡെയ്സിയുടെ വരവ് അവസാനം വരെയും ഈ മൾബറി പറയുന്നത് വരെയും നമുക്ക് അറിഞ്ഞൂടാത്തത് പിങ്കി എന്ന് പറയുന്ന തത്തയ്ക്ക് കാഴ്ചയില്ലായിരുന്നു എന്നുള്ള കാര്യം. കാക്കകളെ കൂടെ കൊത്തി വലിച്ച് അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് കൂട്ടിലിട്ട് വളർത്തി ഓമനിച്ച് വളർത്തി ഒരുപാട് സംസാരിക്കുന്ന വായാടിയായ ഈ പിങ്കി എന്ന തത്തയ്ക്ക് കാഴ്ചയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഷോക്കായി പോയി. പിന്നെ അതിനെക്കുറിച്ച് മൾബറി തന്നെ പറയുന്നുണ്ട്, സ്വന്തം കുറവിനെ, സ്വന്തം കാഴ്ചയില്ലായ്മയെ മറ്റുള്ളവരിൽ നിന്ന് പിങ്കി മറച്ചു വെച്ചത് സംസാരത്തിലൂടെയായിരുന്നു എന്നുള്ളതാണ്. ഈ മൾബറിക്ക് പിങ്കിയോടുണ്ടാകുന്ന കുശുമ്പും കുന്നായ്മയും കുസൂയും ഒക്കെ ഭയങ്കര രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തത്ത സംസാരിക്കുമ്പോഴൊക്കെ മൾബറി സ്വന്തമായിട്ട് വഴക്ക് പറയണം. അവിടെ വായാടിയാണ്, എന്തൊക്കെ ഇവിടെ വിളിച്ചു പറയുന്നത്, ഇവിടെ ആരാ ഇങ്ങനെ സംസാരിക്കാൻ, മറ്റുള്ളവർ വന്ന് നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊക്കെ ചോദിക്കുകയും ആദ്യം മുതൽ ഏറെക്കുറെ പിങ്കിയുടെ അവസാനം വരെയും നിരന്തരം ഈ പിങ്കി എന്ന് പറയുന്ന തത്തയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരാളാണ്. എന്നാൽ അവസാനത്തെ ഈ പിങ്കിയുടെ മരണത്തോടു കൂടി മൾബറി പറയുന്ന ഒരേ യാഥാർത്ഥ്യം പിങ്കിയെ കുറിച്ചുള്ള കഥ, അത് വളരെ എന്താ പറയാ, ഒരു മരം ഒരു പക്ഷിയെ കുറിച്ച്, അതിന്റെ ജീവിതത്തിനെ കുറിച്ച്, അതിന്റെ ഒരു ദയനീയ അവസ്ഥയെ കുറിച്ച്, അതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് പെട്ടെന്നൊരു നിമിഷം പിങ്കി പിരിഞ്ഞു പോകുമ്പോൾ ആ മരത്തിലുണ്ടായ ശൂന്യതയെ കുറിച്ച്, സങ്കടത്തെ കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് മനുഷ്യരെ കുറിച്ച് മാത്രമല്ല
ഈ പക്ഷിയെയും മരത്തിനെയും ഒക്കെ അവരുടെ ആ സങ്കടങ്ങളെയും സന്തോഷങ്ങളും ഒക്കെ കൂടെ ഇതിനകത്ത് ഗംഭീരമായിട്ട് എഴുതി വെച്ചതുകൊണ്ട് വേണമെങ്കിൽ ഈ മൾബറി എന്നോട് നിന്റെ ശോഭയെ കുറിച്ച് എന്നുള്ള പേര് സമ്മതിച്ചു തരാൻ എന്നുള്ളതല്ലാതെ എനിക്കിപ്പോഴും ഡെയ്സി ഞങ്ങളോട് നിന്റെ ഷെൽവിയെ കുറിച്ച് പറയൂ എന്ന് തന്നെ പറയാനാണ് എനിക്ക് പിന്നെ ഇതിനകത്ത് ഞാൻ ഗംഭീര വായനക്കാരനാണ്. കഴിഞ്ഞ കുറെ ഒരു 2010 കാലഘട്ടം തൊട്ടാണ് വീണ്ടും വായിച്ചു തുടങ്ങിയത്. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുള്ളതിലും ധാരാളം പുസ്തകങ്ങൾ ഇനി വായിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്ത് കഥയിൽ പറയുന്ന കസാൻ സാക്കിസ് പോലുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് കേൾക്കുന്നത്. മൾബറി എന്ന് പറയുന്ന പ്രസാധകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 1-2 പുസ്തകങ്ങൾ ഏതോ കാലത്ത് വായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത്രയും ഗംഭീരമായിട്ട് എഴുതിയിരുന്ന ഗ്രീസിലേക്ക് ഹസാൻ സാക്കിസിനെ പോലെ ഭയങ്കരമായിട്ട് എഴുത്തുകാരൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാതെ പോയത് എന്റെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയായിട്ട് ഞാൻ കാണുന്നു. ഈ പുസ്തകം പറഞ്ഞു തന്ന് നമ്മൾ വായിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും തിരഞ്ഞു ചെന്നിരിക്കേണ്ട ഒരുപാട് എഴുത്തുകാരൻ ഹസാൻ സാക്കിസ് മാത്രം ഇനിയും ധാരാളം എഴുത്തുകാരെ കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു നോവലോ ജീവചരിത്രമോ എന്നൊക്കെ പറയുന്നതിലുപരി ഒരു റഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന സാഹിത്യമന്വേഷിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ഒരു റഫറൻസ് ബുക്കായിട്ട് കൂടി നമുക്കിതിനെ കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാമെന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഷെൽവിയെ കുറിച്ച് പറയുമ്പോൾ അടുത്ത ദിവസം ഈ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് തിരുവനന്തപുരത്തുള്ള സുഹൃത്തുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ സുഹൃത്തിന്റെ അവരുടെ കുടുംബത്തിനൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ പേരൊന്നും പറയുക. അപ്പോ ആ സ്ഥാപനം തിരുവനന്തപുരത്ത് തുടങ്ങിയത് വളരെ കുഞ്ഞു രീതിയാണ്. പൊതിച്ചോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർഷങ്ങൾ 10-12 വർഷം മുമ്പ് പൊതിച്ചോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോട് കൂടി ആണ് ഇവർ പുറത്തു വരുന്നത്. വാടകയിലെ അതൊരു മലയാളം ഭയങ്കര നൊസ്റ്റാൾജിയാണ് പൊതിച്ചോർ. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയെ മുതലെടുത്ത് ഹോട്ടൽ ബിസിനസ് തുടങ്ങി. പൊതിച്ചോറിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഒരു 10-30 സെന്റ് സ്ഥലം തിരുവനന്തപുരത്തിന്റെ കണ്ണായ ഭാഗത്ത് മാസം 2 ലക്ഷം രൂപ വാടകയ്ക്കെടുത്ത് ഹോട്ടൽ നടത്തുന്ന തരത്തിലേക്ക് ഈ പൊതിച്ചോറിൽ നിന്ന് തുടങ്ങിയ ആൾ വളർന്നു വരുന്നത്. പക്ഷെ ഈ വളർച്ചയുടെ അവസാന ഘട്ടത്തില് ചെവിയെ പോലെ അയാൾ ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രം, സ്വന്തം കൂടെ നടന്നവരെയും ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം ഷെൽവി ചെയ്തതുപോലെ തന്നെ സ്വന്തം ഈഗോയുടെ പുറത്ത് പുറത്താക്കിയ ഒരാളാണ്. ഇപ്പം ആ ഒരു പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് ഈ പ്രസ്ഥാനം വളർന്നു വലുതായത്. ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ ഉടമയായിരുന്ന മനുഷ്യന് സോഷ്യൽ മീഡിയയിൽ സ്വന്തം സ്ഥാപനത്തിനെ കുറിച്ച് സ്ഥാപനത്തിന്റെ പേര് പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ പേരെഴുതിയിട്ട് തലങ്ങും വിലങ്ങും 4 വർഷത്തിൽ നിന്ന് ആൾക്കാരെ ഒന്ന് ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും ഷെൽവി സഞ്ചരിച്ച വഴി മറ്റൊന്നായിരുന്നതുകൊണ്ടും പക്ഷെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെ ആയതുകൊണ്ടും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹമായിട്ട് വളരെ അടുപ്പുള്ള ആളോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനൊരു പുസ്തകമുണ്ട്, ഒന്ന് വാങ്ങി വായിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ സഞ്ചരിച്ച ജീവിതം നിങ്ങളുടെ രുചി വിളമ്പി അവര് പുസ്തകവും അക്ഷരങ്ങളും വാക്കുകളും സാഹിത്യവും ഒക്കെ വിളമ്പി. പക്ഷെ രണ്ടായാലും ചെന്ന് നിന്ന വഴി വ്യത്യസ്തമല്ല, സമാനമാണ്. ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അവർ വായിച്ചു കഴിഞ്ഞാൽ അവർ വീണുപോയ വഴികളിൽ നിന്ന് എണീറ്റ് നമ്മുടെ വിഷ്ണുവും സ്നേഹയും ഒക്കെ ചിന്തിച്ചതുപോലെ മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കാനും ജീവിതത്തിൽ അവർക്ക് തിരികെ നടക്കാനും കഴിയും എന്നൊരു പ്രതീക്ഷ കൂടി ഞാൻ വെക്കുന്നു. പിന്നെ ഇത്തരത്തിലൊരു പുസ്തകം എഴുതി മലയാളികൾക്ക് വളരെ മനോഹരമൊരു കാഴ്ച വിരുന്നോടുകൂടി സമർപ്പിച്ച ശ്രീ ബെന്യാമിനൻ, അദ്ദേഹം ഈ പുസ്തകം എഴുതാൻ എടുത്തിട്ടുള്ള സ്റ്റൈൽ എനിക്ക് മനസ്സിലാവും. ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഡെയ്സി. ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്തുള്ള പ്രതിപാദിക്കുന്ന ഒരുപാട് പേര് വളരെ പ്രശസ്തരായി ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാളിന്റെയും പരിഭവവും പിണക്കവും ഏറ്റുവാങ്ങാതെ ഷെൽവി എന്ന മൾബറിയുടെ തലതൊട്ടപ്പനെ മനോഹരമായി മലയാളത്തിന് അടയാളപ്പെടുത്തി തന്ന, ഷെൽവിയെ വീണ്ടും മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു തന്ന, പുസ്തകം എങ്ങനെ ഉണ്ടാക്കണം, പുസ്തകം എങ്ങനെ പ്രസിദ്ധീകരിക്കണം, പുസ്തകം എങ്ങനെ ജനങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്ന തരത്തിൽ സൃഷ്ടിക്കണമെന്ന് മലയാള പ്രസാധന മേഖലയെ പഠിപ്പിച്ച് ഷെൽവിക്ക് ഇതിനേക്കാൾ മനോഹരമായ ഒരു ഓർമ്മ മറ്റൊരു തരത്തിൽ നൽകാൻ കഴിയില്ല. ഇത്രയും ഗംഭീരമായ ഒരു ഓർമ്മ ഒരു സുഹൃത്തിന് സമ്മാനിച്ച ശ്രീ ബെന്യാമിന് അദ്ദേഹത്തിന്റെ 20 വർഷത്തെ സങ്കടങ്ങൾ ഈ ഒരു പുസ്തകത്തോടു കൂടി കുറച്ചെങ്കിലും അരിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലും മനോഹരമായ പുസ്തകങ്ങൾ ഞങ്ങളെ പോലുള്ള വായനക്കാർക്ക് ഇനിയും സമ്മാനിക്കാൻ ശ്രീ ബെന്യാമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.